കാസർഗോഡ് വലിയ പറമ്പിലും മാവിലാക്കടപ്പുറത്തും രൂക്ഷമായ കടലാക്രമണം. നിരവധി തെങ്ങുകൾ കടപുഴകി വീണു. പ്രദേശത്ത് 20 മീറ്ററോളം കടലെടുത്തു. അനൂപ് നീലേശ്വരമുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അനൂപ്, കടലാക്രമണം രൂക്ഷമാവുകയാണ്. ശക്തമായ മഴ വടക്കൻ ജില്ലകളിലൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പെയ്യുന്നുണ്ട്. കാസർഗോഡിന്റെ സാഹചര്യം എന്താണ്? ഈ കടലാക്രമണം എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് ആളുകളെ? അഖില, ദിവസങ്ങളായുള്ള ഒരു കടലാക്രമണമാണ് ഇത്. മഴ ശക്തമായതോടെ അത് രൂക്ഷമായി വരികയുണ്ടായി. അതായത് തീരദേശ ഗ്രാമപഞ്ചായത്തായ വലിയ പറമ്പിലും അതുപോലെ തന്നെ പടന്നാക്കടപ്പുറം, മാവിലാക്കടപ്പുറം എന്നിവിടങ്ങളിലാണ് ഈ കടലാക്രമണം രൂക്ഷമായിട്ടുള്ളത്. അതായത് 15 മീറ്ററോളം ദൂരത്തോളം കടലെടുത്തു എന്നാണ് പ്രദേശവാസികൾ അറിയിക്കുന്നത്. 40-ൽ പരം തെങ്ങുകൾ ഇതിനകം അവിടെ കടപുഴകി വീണിട്ടുണ്ട്. ഓരോരോ ആളുകൾക്കും അവരുടെ ആധാരത്തിലുള്ള സ്ഥലമടക്കം നഷ്ടപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് കടൽ പുറമ്പോക്ക് കടന്ന് അവരുടെ രേഖയിലുള്ള സ്ഥലമടക്കം ഇപ്പോൾ കടലിന്റെ ഭാഗമാകുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിൽ ഇന്നും നാളെയുമൊക്കെ ഉള്ളത്. അതിനിടയിൽ ശക്തമായ തുടർച്ചയായ മഴക്കിടയിലാണ് ഈ കടലേറ്റം ശക്തമായി വരുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. അതായത് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറ് വശത്തുള്ള ബീച്ച് റോഡ്, കന്നുവീട് കടപ്പുറം, അതുപോലെ തന്നെ പുലിമുട്ട്, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പുലിമുട്ട്, തൃക്കരിപ്പൂർ കടപ്പുറം എന്നിവിടങ്ങളിലെല്ലാം തന്നെ കടലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ പ്രദേശങ്ങളിൽ ഇതുവരെയായിട്ടും വർഷങ്ങളായിട്ട് നാട്ടുകാർ ആവശ്യം ശരി, അനൂപ് നീലേശ്വരമാണ് വിശദാംശങ്ങൾ നൽകിയത്.